ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മൾ പറഞ്ഞ ഫ്രം എംപ്ലോയി ടു എൻ്റർപ്രണർ എന്നുള്ള ആ സെഗ്മെൻറ്റിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ജോലിയുടെ പ്ലസ് പോയിൻറ്റ്സിനെ കുറിച്ച് സംസാരിച്ചു. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ബിസിനസ്സിൻ്റെ പ്ലസ് പോയിൻറ്റ്സിനെ കുറിച്ച് സംസാരിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ജോലിയിൽ നിന്നൊരു ബിസിനസ്സിലേക്ക് മാറുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു തോന്നലുണ്ടാവും, നല്ല ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. തെറ്റാണ്. നല്ല ക്യാപിറ്റൽ ഉണ്ടായതുകൊണ്ട് ബിസിനസ് നന്നായിട്ട് ചെയ്യാൻ പറ്റിക്കോളാമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. രണ്ടാമത് നമുക്കൊരു തോന്നലുണ്ടാവും, നല്ല പാർട്ട്ണർമാരെ കിട്ടിയാൽ, നല്ലൊരു പാർട്ട്ണറെ കിട്ടിയാൽ നമുക്ക് നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. അതും തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ പാർട്ട്ണർ വരുന്ന സമയത്ത് ഹണിമൂൺ പോലെയാണ്. അവർ നമ്മളെ എന്ത് പറഞ്ഞാലും അനുസരിക്കും, എത്ര ഫണ്ട് വേണമെങ്കിലും മൊബിലൈസ് ചെയ്യും, എല്ലാം ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബിസിനസ് തുടങ്ങി ബിസിനസ് വളർന്ന് നന്നായി കഴിഞ്ഞാലും പാർട്ട്ണർഷിപ്പ് തെറ്റും, മോശമായി കഴിഞ്ഞാലും പാർട്ട്ണർഷിപ്പ് തെറ്റും. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് നല്ല പാർട്ട്ണർമാരുണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിലും ബിസിനസ് നന്നായിട്ട് പോകും എന്നുള്ള ആ ചിന്ത മനസ്സിൽ നിന്ന് ആദ്യം മാറ്റുക. പിന്നെ നമുക്കൊരു തോന്നലുണ്ടാവും, നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് നന്നായിട്ട് നടക്കും. അതും തെറ്റാണ്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലൊരു ബിസിനസ്സും പൊളിയില്ല. ആരും പൊളിയാൻ വേണ്ടിയിട്ട് ബിസിനസ് തുടങ്ങില്ല. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നന്നായിട്ട് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സ്കില്ലാണ് നമുക്ക് വേണ്ടത്. ആ സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ആ സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്നും കൂടെ വിശദമായിട്ട് നോക്കാം. അതായത് നമ്മളെക്കുറിച്ച് തന്നെ ഇവാലുവേറ്റ് യുവർ സെൽഫ്. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിന്റ്. നിങ്ങൾ സ്വന്തം ഒരു വിലയിരുത്തൽ, നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, എന്തൊക്കെ കഴിവുകൾ എനിക്കുണ്ട്, അതുപോലെ എൻ്റെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കഴിവില്ലായ്മ എനിക്കുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രെങ്ത്തിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക, നമ്മുടെ വീക്ക്നെസ്സിനെ വീക്കൻ ചെയ്യുക, കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഡെയിലി നമ്മളിങ്ങനെ ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ മാതിരി നമ്മളെ ക്യാപിറ്റൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റണം. ആ ക്യാപിറ്റൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് പിന്നെ അത് ലോണൊന്നും എടുത്തിട്ടല്ല അറേഞ്ച് ചെയ്യേണ്ടത്, അല്ലാണ്ട് തന്നെ നമുക്ക് ക്യാപിറ്റൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലത്. പിന്നെ രണ്ടാമത് ഡെവലപ്പ് എ സോളിഡ് ബിസിനസ് പ്ലാൻ. നന്നായിട്ടൊരു ബിസിനസ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം. ആ ബിസിനസ് പ്ലാൻ അനുസരിച്ച് വേണം നമ്മൾ ഏത് പ്രോഡക്റ്റ് വേണം, ഏത് മാർക്കറ്റിൽ വേണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഏതൊക്കെ സെഗ്മെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഇതാക്കണം. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെഗ്മെൻറ്റിലേ നമ്മൾ ബിസിനസ് തുടങ്ങാവൂ. അതേപോലെ തന്നെ ഗ്രോയിങ് മാർക്കറ്റിലാണ് നമ്മൾ ബിസിനസ് തുടങ്ങാവൂ. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെടുക എന്നുള്ളത് ആണ് അവസാനം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമുക്കൊരിക്കലും വിജയിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 15-20 വർഷം മുമ്പ് STD ബൂത്തുകൾ എത്ര ഉണ്ടായിരുന്നു? ഇന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും STD ബൂത്ത് കാണാനുണ്ടോ? അതുപോലെ ലാൻഡ് ഫോണുകൾ, പണ്ട് എല്ലാ വീട്ടിലും ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു. ലാൻഡ് ഫോൺ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആർക്കെങ്കിലും വേണോ ലാൻഡ് ഫോൺ എന്ന മാതിരി തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഡീഗ്രോയിങ് ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ നമ്മൾ ബിസിനസ് തുടങ്ങാതിരിക്കുക. നമ്മളെപ്പോഴും പ്രോഫിറ്റബിലിറ്റി കൂടുതലുള്ള ഗ്രോയിങ് ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ വേണം നമ്മൾ ബിസിനസ് തുടങ്ങാൻ. പിന്നെ മൂന്നാമത്തത് ക്രിയേറ്റ് എ കോംപ്രിഹെൻസീവ് ബിസിനസ് പ്ലാൻ. അതിൽ വേണ്ടത് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. അതായത് ഇനീഷ്യൽ കോസ്റ്റ് എത്ര വരും, സെറ്റപ്പ് കോസ്റ്റ് എത്ര വരും, എന്തൊക്കെ ലൈസൻസുകൾ വേണം, എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വേണം, അതുപോലെ എത്ര പ്രോഫിറ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം, പ്രോഫിറ്റ് മാർജിൻ എത്ര വർക്കൗട്ട് ചെയ്യണം, അതേപോലെ തന്നെ പിന്നെ ബ്രാൻഡ് ബിൽഡിങ്, അതുപോലെ സ്ട്രാറ്റജി പോയിൻറ്റ്സ്, അതായത് ഇപ്പോൾ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ അങ്ങനത്തെ സിസ്റ്റം ബിൽഡ് ചെയ്യാനുള്ള എക്സ്പെൻസുകൾ എന്തൊക്കെ, എന്നിട്ട് എങ്ങനെ സിസ്റ്റം ബിൽഡ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യണം. പിന്നെ അടുത്തത് നമ്മളെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഐഡിയകൾ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഡെയിലി ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ
പിന്നെ പൈസ റോൾ ചെയ്യാനും അതിനും ഇതിനും എല്ലാത്തിനും കൂടി നമ്മൾ തന്നെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ചിന്തിക്കാനുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബിസിനസ് നമ്മൾക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത്, നിങ്ങൾ ജോലിയിൽ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് ലൈസൻസുകൾ എടുക്കുക, അതുപോലെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക, സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ടെസ്റ്റ് മാർക്കറ്റിംഗ് പോലെ ചെയ്ത് നോക്കുക. പിന്നെ ഫണ്ട് സെക്യൂർ ആക്കുക. നമുക്ക് എത്ര ഫണ്ട് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു നല്ല ഐഡിയ എടുത്തിട്ട് ഫണ്ട് സെക്യൂർ ആക്കുക. പിന്നെ ആ ഫണ്ട് നന്നായിട്ട് മാനേജ് ചെയ്യുക. പിന്നെ ട്രൈ എ പൈലറ്റ് പ്രോജക്റ്റ്. ഒരു ചെറിയ മാർക്കറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സെഗ്മെൻറ്റിൽ മാർക്കറ്റിംഗ് നടത്തി നോക്കുക. എന്നിട്ട് അതിൻ്റെ ആൾക്കാരുടെ പെയിൻ പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ പെയിൻ പോയിൻ്റ് നമ്മളെങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ വിജയം. ഇന്നിപ്പോൾ ഞാനൊരു യാത്രയിൽ കാണുന്നുണ്ടായി, ഒരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്നു ഹൈജീനിക് കരിമ്പ് ജ്യൂസ് ഇവിടെ കിട്ടുന്നു. അതായത് ആൾക്കാരൊക്കെ കരിമ്പ് ജ്യൂസ് കുടിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ മെഷീൻ്റെ ചുറ്റോറും ഈച്ചകൾ പാറി നടക്കും. ചിലപ്പോൾ ഈച്ചേനെ കരിമ്പിൻ്റെ കൂട്ടത്തിൽ അരച്ചിട്ട് ജ്യൂസിൽ പെട്ടുപോകും. അതുപോലെ റോഡ് സൈഡിലാണെന്നുണ്ടെങ്കിൽ പൊടിയടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇയാൾ എന്ത് ചോദിച്ചാൽ അതാണ് ആൾക്കാരുടെ പെയിൻ പോയിന്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ ഹൈജീനിക് കരിമ്പ് ജ്യൂസ്. അപ്പോൾ ഞാൻ അവിടെ നോക്കിയ സമയത്ത് എങ്ങനെ വിചാരിച്ചാൽ നല്ല കവേർഡായിട്ടുള്ള ഒരു സ്ഥലത്ത് കവേർഡായിട്ടുള്ള മെഷീനാണ്. ഒരു ചെറിയ വട്ടത്തിലൊരു തുളണ്ട്, അതിൽ കൂടെ കരിമ്പ് വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് അയാൾ ഒരു ടാപ്പ് തുറന്നിട്ട് ജ്യൂസ് എടുക്കുന്നു. സാധാരണ അതേമാതിരി തന്നെയുള്ള വില. ആൾക്കാർ 10 രൂപ കൂടിയാലും ആൾക്കാർ വാങ്ങിക്കും. കാരണം എന്താ വെച്ചാൽ ആൾക്കാരുടെ ഹൈജീനിറ്റി എന്നുള്ള പെയിൻ പോയിൻ്റ് അയാൾ നന്നായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് വേണ്ടത് ബിൽഡ് എ ഫിനാൻഷ്യൽ കുഷൻ. അതായത് നമ്മൾ ഒരു 9 മുതൽ 12 മാസം വരെ നമ്മൾ ജീവിക്കാനുള്ള ഫണ്ട് നമ്മൾ റെഡിയാക്കിയിട്ട് വെക്കണം. കാരണം ആദ്യത്തെ മാസം തന്നെ ബിസിനസ്സിൽ പ്രോഫിറ്റ് എടുത്തിട്ട് ജീവിക്കാം എന്നുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സ് തീർക്കുക എന്നുള്ളത്. അതായത് ആൾക്കാർക്ക് ഹൗസിംഗ് ലോൺ ഉണ്ടാവും, വെഹിക്കിൾ ലോൺ ഉണ്ടാവും, മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഇതുണ്ടാവും, LIC പ്രീമിയം ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യത്തെ മാസം തന്നെ ബിസിനസ്സിൽ നിന്ന് എടുത്തിട്ട് അടയ്ക്കാം എന്നുള്ളൊരു പ്രതീക്ഷ വയ്ക്കരുത്. 9 മുതൽ 12 മാസം വരെ നമുക്ക് ജീവിക്കാനുള്ള പൈസ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം, മാറ്റി വയ്ക്കണം, അതർ ദാൻ ക്യാപിറ്റൽ. അത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ട്രാക്ക് യുവർ എക്സ്പെൻസസ്. നമുക്ക് എന്തൊക്കെ അൺവാണ്ടഡ് എക്സ്പെൻസ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസം ആക്കുക, അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുക. അതുപോലെ ഡ്രിങ്ക്സ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ ഒരു കൺട്രോൾ വയ്ക്കുക. അങ്ങനെയൊക്കെയുള്ളത് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ക്രിയേറ്റ് എ ട്രാൻസിഷൻ പ്ലാൻ. അതായത് എത്ര സമയം കൊണ്ട് നമ്മൾ ജോലിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ബിസിനസ്സിലേക്ക് വരണം എന്നുള്ളതിനെക്കുറിച്ച് അതിനൊരു പ്ലാനിങ് വെക്കണം. 1 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 9 മാസം കൊണ്ട്, അല്ലെങ്കിൽ 6 മാസം കൊണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആ ട്രാൻസിഷൻ പ്ലാൻ ഉണ്ടാക്കണം. അതുപോലെ അതിനനുസരിച്ച് നമ്മൾ ജോലിയിൽ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ട് തന്നെ നമ്മൾ ആ ട്രാൻസിഷൻ പീരീഡ് കവറപ്പ് ചെയ്യണം. അപ്പോൾ എന്താ വിചാരിച്ചാൽ നാളെ നമ്മളെ എംപ്ലോയർക്കും ഒരു മടുപ്പ് തോന്നില്ല, നമ്മളെക്കുറിച്ച് ഒരു മോശം അഭിപ്രായം പറയില്ല. പിന്നെ അടുത്തത് വേണ്ട എന്താ വെച്ചാൽ ഡെവലപ്പ് ഗുഡ് നെറ്റ്വർക്ക്സ്. അതായത് വേറെ ബിസിനസ്സുകാരുമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് നടത്തിയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് കോച്ചുകളുമായിട്ടൊക്കെ നല്ല ഒരു നെറ്റ്വർക്കിംഗ് എടുക്കുക. സമൂഹത്തിലെ ഉന്നതരായ ആളുകളുമായിട്ട് നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചോദിക്കാനും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ നമുക്കൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക. ഈ സ്ട്രാറ്റജി എങ്ങനെ വർക്കൗട്ട് ആവുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാനൊരു സോഴ്സ് ആവും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രിപ്പയർ ഫോർ എൻ ഇമോഷണൽ ട്രാൻസിഷൻ. അതായത് നിങ്ങൾ ഒരു ജോലിക്കാരിൽ നിന്നാകുമ്പോൾ നമുക്ക് എങ്ങനെ വിചാരിച്ചാൽ നമുക്ക് എല്ലാ മാസവും ഫിക്സഡ് ഇൻകമാണ്, നമുക്ക് അവരെ ഏൽപ്പിക്കുന്ന ജോലി മാത്രം ചെയ്താൽ മതി. നമ്മളൊരു ബിസിനസ് ഓണർഷിപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് സ്ട്രാറ്റജി നമ്മൾ തന്നെ ബിൽഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെ വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം. ആ മൈൻഡ് സെറ്റ് മാറിയിട്ട് നമ്മൾ പിന്നെ ഒരു എൻ്റർപ്രനർ എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരും നമ്മുടെ
ചിന്തകൾ മാറും, നമ്മുടെ പ്രവൃത്തികളനുസരിച്ച് മാറണം. പിന്നെ വേണ്ടത് ടൈം മാനേജ്മെൻറ്റാണ്. അതേ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒന്നിനും സമയമില്ല, അങ്ങനെയുള്ളൊരിത് ആദ്യമേ നമ്മൾ ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കണം. ചെയ്യേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റി വൈസ് തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പിറ്റേ ദിവസം ചെയ്യുക. പിന്നെ അടുത്ത് വേണ്ടത് നമുക്ക് ക്രിയേറ്റ് എ മാർക്കറ്റിംഗ് പ്ലാൻ. നമ്മളൊരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ മാർക്കറ്റിംഗ് പ്ലാൻ അനുസരിച്ച് മാത്രം നമ്മൾ വർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഏത് മാർക്കറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാരിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ ഇതാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ആ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് നമ്മൾ ഇതാക്കുക. ഒരു പക്ഷേ നമ്മുടെ സ്ട്രാറ്റജി ഫെയിലിയർ ആയിരിക്കാം. ആ ഫെയിലിയർ ആകുമ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യണം വിചാരിച്ചാൽ സമാന ചിന്താഗതിക്കാരായ ആളുകളിൽ നിന്ന് നമ്മൾ അഡ്വൈസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വിചാരിച്ചാൽ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജി മാറ്റുക. നമ്മൾ വളരെ ഫ്ലെക്സിബിളും ഫോക്കസ്ഡും ആയിരിക്കണം. നമ്മളെ സ്ട്രാറ്റജി നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം, നമ്മുടെ പ്ലാനിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി വേണം മൈൻഡിൽ. അതായത് സ്ട്രാറ്റജി ഫെയിൽ ആവണമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ യു ഹാവ് ടു ചേഞ്ച് ദ സ്ട്രാറ്റജി. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ ബിസിനസ് ആദ്യം ഒരു ടെസ്റ്റിംഗ് നടത്തി നോക്കണം. ഒരു ടെസ്റ്റ് റണ്ണ് നടത്തി നോക്കുക. ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു സ്പൈസസ് പ്രോഡക്റ്റാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ആ സ്പൈസസ് പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക. അതിലെ പെയിൻ പോയിൻ്റ് മുമ്പ് പറഞ്ഞ മാതിരി അതിലെ പെയിൻ പോയിൻ്റ് എന്താ വെച്ചാൽ അത് അഡ്രസ്സ് ചെയ്യാനുള്ള സ്ട്രാറ്റജീനെ കുറിച്ച് ആലോചിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ഗുഡ് നൈറ്റ്.